കൂടോത്രം ചെയ്യുക അല്ലെങ്കിൽ ശത്രു സംഹാര പൂജ ചെയ്യുക എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരം ഭയങ്കര കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ശത്രു സംഹാര പൂജ നടത്തുമ്പോൾ അവിടെ ചെന്ന് നമ്മുടെ നാളും നമ്മുടെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ശത്രു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ തന്നെയാണോ, അതോ നമ്മുടെ മനസ്സിൽ നമ്മൾ സങ്കല്പിച്ച് വെച്ചേക്കുന്ന മറ്റൊരു വ്യക്തിയെയാണോ? ഭഗവത്ഗീതയിൽ ഉദാഹരണം പറയുന്നത് പദ്യങ്ങളുണ്ട്. ഉത്തരേതാത്മനാത്മാനാം ആത്മാനമവസാദയേത് ആത്മ ഏവ ആത്മനാ ബന്ധു ആത്മ ഏവ രിപുരാത്മന എന്നൊരു പദ്യമുണ്ട്. അതായത് ഞാൻ തന്നെയാണ് എൻ്റെ ശത്രു, ആത്മ ഏവ രിപുരാത്മന, ഞാൻ തന്നെയാണ് എൻ്റെ മിത്രവും, ഞാൻ തന്നെയാണ് എൻ്റെ ശത്രുവും. ബന്ധുരാത്മാത്മനസ്തസ്യേ ഏനാത്മൈവാത്മനാജിത അനാത്മനസ്ത ശത്രുത്തേത് വർത്തേത് ആത്മയേവ ശത്രു. നമ്മുടെ ശത്രുവായിട്ട് വർത്തിക്കുന്നത് നമ്മളുടെ ഉള്ളു തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ശരിക്കും ക്രിസ്ത്യാനി ചോദ്യവും ഉത്തരവും തന്നെ പറഞ്ഞു കഴിഞ്ഞു. ശരിയാണ്, നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ശത്രു സംഹാര ഹോമം അല്ലെങ്കിൽ അർച്ചന നടത്തുമ്പോൾ നമ്മൾ നമ്മുടെ നാളും നമ്മുടെ പേരുമാണ് പറയുന്നത്. അല്ലാതെ നമുക്ക് ആരെങ്കിലും ശത്രുതയുള്ളവരുണ്ടെങ്കിൽ അവരുടെ നാളും അവരുടെ പേരും പറഞ്ഞല്ല ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ ഉള്ളിലെ ശത്രുവിനെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആവശ്യമില്ലാത്ത ചിന്തകളെ, നമ്മുടെ ഉള്ളിലുള്ള മതമാത്സര്യ മോഹങ്ങളെ, നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ടുകളെ അതിനെ സംഹരിക്കണമേ എന്നുള്ളതാണ് ആ പ്രാർത്ഥന. പുറത്തുള്ളൊരു ശത്രുവിന് ആഭിചാരം ചെയ്ത് നമ്മളെ നശിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ കഴിയും എന്ന് ചിന്തിക്കുന്നതും പഠിപ്പിക്കുന്നതും തെറ്റാണ്. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പം പല കുടുംബങ്ങളും നിങ്ങൾ പറഞ്ഞു, ഇപ്പം ശരിക്കും ക്രിസ്ത്യൻ ഹൈന്ദവ വിശ്വാസത്തിൽ മാത്രമല്ല ക്രൈസ്തവ വിശ്വാസത്തിലും ഇത് നിങ്ങളുടെ ആചാരത്തിൽ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ബൈബിളിൽ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അത് ഫോളോ ചെയ്യുന്ന ആളുകൾ ധാരാളമായിട്ടുണ്ട് എനിക്കറിയാം. അത് ഈ കൂടുപാത്ര എടുക്കുന്ന ചില ആചാര്യന്മാർ ക്രൈസ്തവ സമൂഹത്തിലുമുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അത് അവരെന്ത് ഉപയോഗിച്ചാണെന്ന് എനിക്ക് അറിയില്ല. എന്നോട് ഒരിക്കൽ കോട്ടയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ആളുടെ വീട്ടിലെന്തോ ആഭിചാരം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു അച്ഛനോ മറ്റോ വന്നിട്ട് എടുത്തു എന്ന് പറഞ്ഞു. അപ്പം ഇത് കട്ടിത്തറയിൽ നിന്നാണ് ഇത് എടുത്തത്. അപ്പോൾ ഇദ്ദേഹം ആളോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് ഈ കട്ടിത്തറയിൽ ഇത് വന്നതെന്ന് ചോദിച്ചപ്പോൾ ആ അച്ഛൻ പറഞ്ഞു അത്രേ, അത് എവിടെങ്കിലും കുഴിച്ചിട്ടിട്ട് മന്ത്രം ചൊല്ലി ഭൂമിക്കടിയിലൂടെ ഉദ്ദേശിക്കുന്ന സൈഡിൽ കൊണ്ടുവരാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞാൽ പിന്നെ ഈ കേബിൾ കമ്പനിക്കാർക്ക്, ഈ ഫോണിൻ്റെയൊക്കെ വലിക്കുന്നവർക്കോ, അവർക്ക് എവിടെയെങ്കിലും ഒരു കുഴി എടുത്തിട്ട് അവിടെ ഇത് കുഴിച്ചിട്ട് മന്ത്രം ചൊല്ലി ഇത് അതിലെ കൂടെ കൊണ്ടുവന്ന് ഈ ഇത്രയും മാൻ പവർ വേണ്ട റോഡൊക്കെ വെട്ടിക്കുഴിക്കണം, KIPക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ ഇതും പറഞ്ഞ് എല്ലാ വിശ്വാസത്തിലുണ്ട്. ഇസ്ലാം മത വിശ്വാസത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഹൈന്ദവ വിശ്വാസികളിൽ ഏറെ പങ്കും വിശ്വസിച്ചിരിക്കുന്നത് ഈ 4ാം വേദക്കാർ എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണെന്നും അവരെന്തൊക്കെയോ ചെയ്യുന്നു എന്നൊക്കെയാണ്. ശരിക്കും 4ാം വേദം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട അഥർവവേദമാണ്. പക്ഷെ മുസ്ലിങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവർ വല്ലാണ്ട് ഭയക്കുന്നുണ്ട്. അപ്പോൾ അവരിലും ഒരു വിശ്വാസമുണ്ട് ഇസ്ലാം മത വിശ്വാസികൾക്കിടയിൽ. അപ്പോൾ കേവലം ഇത് ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമല്ല, ഇങ്ങനെ ഒരു ആശങ്ക എല്ലാവരുടെ ഇടയിലുണ്ട്. നമ്മുടെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലാണ് ക്രിസ്ത്യൻ.